ഇന്ത്യ ദക്ഷിണാഫ്രിക്ക രണ്ടാം ടെസ്റ്റ് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക 489 റണ്ണാണ് നേടുന്നത്. ഇന്ത്യക്ക് മികച്ചൊരു തുടക്കം ലഭിച്ചെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ ഒരു 122-7 വിക്കറ്റുകൾ നഷ്ടപ്പെടുന്ന, പിന്നെ ഒരു 201 റണ്ണിന് ഇന്ത്യ ഓൾ ഔട്ട് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ദക്ഷിണാഫ്രിക്ക ബാറ്റ് ചെയ്യുന്ന സമയത്ത് ബാറ്റിങ്ങിന് വളരെ അനുകൂലമാണെന്ന് തോന്നിപ്പിച്ച ഒരു പിച്ച് ഇന്ത്യ ബാറ്റ് ചെയ്യുമ്പോൾ അത് മാറുന്നതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ അത് പിച്ചിന്റെ സ്വഭാവം മാറുന്നതല്ല, ഇന്ത്യൻ ടീമിന്റെ ബാറ്റിംഗ് നിരയുടെ ഒരു മനോഭാവത്തിന്റെ വ്യത്യാസമാണ് എന്ന് പല തരത്തിലുള്ള വിമർശനങ്ങളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായിരുന്നു ഈ വ്യത്യാസം? ദക്ഷിണാഫ്രിക്ക എങ്ങനെയാണ് ഈ മത്സരത്തെ കൈകാര്യം ചെയ്തത്? അതുപോലെ തന്നെ ഇന്ത്യ എങ്ങനെയാണ് ഈ മത്സരത്തെ കൈകാര്യം ചെയ്തത്? ദക്ഷിണാഫ്രിക്കൻ ബാറ്റർമാർക്ക് കൃത്യമായി പന്ത് ജഡ്ജ് ചെയ്യാൻ വേണ്ടി പറ്റിയിരുന്നു. മോശം പന്തുകൾ ഏത് പന്തിനെ കളിക്കണം, ഏത് പന്ത് ലീവ് ചെയ്യണം എന്നുള്ള ധാരണ അവർക്കുണ്ടായിരുന്നു. ഒരു ഓഫ് സ്റ്റേഡിൽ വരുന്ന പന്തുകൾ കളിക്കുകയും മറ്റു പന്തുകൾ മിസ്സാക്കുകയൊക്കെ ചെയ്തിട്ട് ക്ലിയർ ആയിട്ട് നോക്കി കളിക്കാൻ വേണ്ടി പറ്റി. അതായത് ഒരു ബോൾ വരുമ്പം അത് അപകടകാരിയാണോ അല്ലെങ്കിൽ ടെസ്റ്റാണ്, ലീവ് ചെയ്യേണ്ട പന്തുകളുണ്ട്, കളിക്കേണ്ട പന്തുകളുണ്ട്, ഇത് നോക്കാൻ ടെസ്റ്റാണെന്നുള്ള ബോധത്തോടെ കളിക്കാൻ വേണ്ടി പറ്റി. ഒരു ടെസ്റ്റിൽ നമ്മൾ ഇപ്പോൾ ക്ഷമയാണ് നമ്മൾ പൂജാരനൊക്കെ മറ്റു താരങ്ങളൊക്കെ പറഞ്ഞാൽ ആ ക്ഷമയോടെ കളി ബോളിൽ നേരിട്ട് റൺസ് ഉയർത്താൻ വേണ്ടി അവർക്ക് പറ്റിയിട്ടുണ്ട്. കൃത്യമായ മോശം പന്തുകളെ ശിക്ഷിച്ച് റൺസ് ഉയർത്താൻ വേണ്ടി പറ്റുന്നുണ്ട്. പക്ഷേ ഇന്ത്യയുടെ ഇപ്പോൾ ഇന്ത്യ 95-ന് 1 നിലയിലിരുന്ന് 122-ന് 7 നിലയിലേക്ക് വന്നു. 26 റൺസ് എടുക്കുമ്പോഴേക്ക് 6 വിക്കറ്റുകളൊക്കെ വീഴുവാണ്. അപ്പം ഇന്ത്യക്ക് മികച്ച ഓപ്പണിംഗ് തുടക്കമാണ് ലഭിക്കുന്നത്, മികച്ച ഭേദപ്പെട്ട തുടക്കമാണ് ലഭിക്കുന്നുണ്ട്. അപ്പം ദക്ഷിണാഫ്രിക്ക ബാറ്റ് ചെയ്ത് അതേ പിച്ചിൽ തന്നെ അതേപോലെ തന്നെ ഇന്ത്യ ബാറ്റ് ചെയ്യുന്നു, മത്സരം മികച്ച രീതിയിലേക്ക് മുന്നോട്ട് പോകുന്ന നമ്മൾ കരുതുന്നു. അവിടെ നിന്നാണ് കളി മാറുന്നത്. ഒന്ന്, ഈ ഒരു ഇന്ത്യൻ എക്സ്പീരിയൻസ് ഇല്ലായ്മയാണോ എന്നുകൂടെ നമുക്ക് ചോദിക്കാൻ വേണ്ടി പറ്റും. ഒരു കൃത്യമായി നല്ലൊരു നമുക്കൊരു പറയുന്ന നമ്മൾ നോക്കുമ്പോൾ 8-ാം നമ്പർ വരെ കളിക്കുന്ന ബാറ്റർമാരുടെ ടീമിലുണ്ട്. പക്ഷേ ആ ബാറ്റ്സ്മാൻമാർക്കിൽ എങ്ങനെ കളിക്കുന്നു, അവരുടെ മനോഭാവം, സൈബ് പറഞ്ഞാൽ തന്നെ അവരുടെ മനോഭാവം എങ്ങനെയാണെന്നുള്ളൊരു പ്രശ്നം വലുതായിട്ട് അവിടെ നേടിച്ചാണ്. ജയ്സ്വാളും മറ്റു രാഹുലും ഒന്ന് ടെസ്റ്റിന് വേണ്ടിയ രീതിയിൽ തന്നെ ജയ്സ്വാൾ അവരുടെ രീതിയിൽ തുടങ്ങിയെങ്കിലും പിന്നീട് വരുന്ന താരങ്ങൾക്കൊന്നും ആ ഒരു താളം കണ്ടെത്താൻ വേണ്ടി പറ്റിയില്ല. അതിൽ ഞാൻ കാണുന്ന മറ്റൊരു കാര്യം, ഈ ടീമിൽ തങ്ങളുടെ നമ്പർ ഏതാണെന്ന്, പൊസിഷൻ ഏതാണെന്ന് മനസ്സിലാത്ത താരങ്ങളാണ് എല്ലാവരും ഉള്ളത്. അവർക്ക് ഇതുവരെ ഒരു റോളിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിർണായകമാണ് ബാറ്റിംഗ് പൊസിഷൻ എന്ന് ഞാൻ കരുതുന്നുണ്ട്. കാരണം ഓരോ റോളിലും കളിക്കുന്നത്, എല്ലാ റോളിലും ഒരു ടെസ്റ്റ് ആണെങ്കിൽ തന്നെ കൃത്യമായി അത് മാനേജ് ചെയ്ത് കളിക്കാവുന്ന താരങ്ങളുണ്ട്. അവരുടെ മനോഭാവം ഒരു സെറ്റ് ചെയ്യുന്നൊരു രീതിയുണ്ട്. പക്ഷേ ഇതൊന്നുമില്ല. കഴിഞ്ഞ മത്സരത്തിൽ 1 ഡൗൺ ഇറങ്ങുന്ന താരം ഈ മത്സരത്തിൽ 8-ാം നമ്പറിൽ ഇറങ്ങേണ്ടി വരുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗംഭീര പരീക്ഷണങ്ങളുടെ ഒരു കുത്തൊഴുക്കിലൂടെ പോകുന്നത്. അപ്പം ആ ഒരു ഓളത്തിനനുസരിച്ച് വരുന്ന പന്ത് കളിക്കും. അത് നല്ല പന്താണോ മോശം പന്താണോ ബൗൺസ് ജഡ്ജ് ചെയ്യാൻ വേണ്ടി, ബൗൺസും വിഡ്ത്തും ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ദക്ഷിണാഫ്രിക്കൻ താരങ്ങൾക്ക് പറ്റിയിരുന്നു. അവർക്ക് അതനുസരിച്ച് കളിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഇന്ത്യയിലേക്ക് വരുമ്പോഴേക്ക് ഇവർക്കൊന്നുമില്ല. എല്ലാ പന്തുകളും ഋഷഭ് പന്തൊക്കെ പുറത്തായ രീതിയൊക്കെ നമുക്ക് മനസ്സിലാവും, നായകൻ പുറത്തായ രീതി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പം അങ്ങനെ ഒരു നോട്ടും ഇല്ലാതെ എന്താണോ വേണ്ടത് വരുന്നതിടത്ത് വെച്ചിട്ട് കളിക്കട്ടെ പറഞ്ഞ് T20 കളിക്കുന്ന ലെവലിലേക്കോ അല്ലെങ്കിൽ T20 കളിക്കുന്ന ലെവലിൽ കളിക്കുന്നുണ്ടെങ്കിലും പ്രശ്നമില്ല, റൺസ് ഉയർത്താൻ വേണ്ടി പറ്റും. ഇതൊന്നുമില്ലാതെ ബോളും വിഡ്ത്തും ലെങ്തും മനസ്സിലാക്കാൻ പറ്റാത്ത എന്ത് ചെറിയ കുട്ടികൾ ഇറങ്ങി കളിക്കുന്നത് ദക്ഷിണാഫ്രിക്കയുടെ ഒരു മികച്ച ബോളിംഗ് നിര എന്ന് പറയാൻ വേണ്ടി പറ്റും. നന്നായിട്ട് പന്തെറിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ ബോളിംഗ് നിര അത്ര മോശമായതുകൊണ്ടല്ല അവർ റൺസ് ഉയർത്തി. പക്ഷെ അവർക്ക് അതിനെ ലീവ് ചെയ്യാനും കളിക്കാനും പറ്റിയിരുന്നു. ഇവിടെ നേരത്തെ കുറച്ച് ആ ജഡ്ജ്മെന്റ് ഇല്ലാതെ പോയത് തന്നെയാണ് ഇന്ത്യക്ക് പറ്റിയ ഏറ്റവും വലിയ പരാജയം. തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ ആദ്യ മത്സരത്തിലൊരു പ്രകടനം നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബാറ്റിങ്ങിന് അനുകൂലമല്ലാത്തൊരു സാഹചര്യമായിരുന്നു. ഒരു തരത്തിലും ബാറ്റിങ്ങിന് അനുകൂലമല്ലാത്തൊരു സാഹചര്യമായിരുന്നു. പക്ഷേ ഈ മത്സരത്തിൽ നമുക്കറിയാം, ശുഭ്മാൻ ഗില്ലിനെ പോലുള്ള ഒരു താരം, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യയുടെ ടെസ്റ്റ് ക്യാപ്റ്റനായിട്ടുള്ള ഗില്ല് കളിക്കാത്തൊരു സാഹചര്യത്തിൽ ഋഷഭ് പന്ത് ക്യാപ്റ്റൻസിയിലേക്ക് വരുന്നുണ്ട്. 489 റണ്ണ് ദക്ഷിണാഫ്രിക്ക സ്കോർ ചെയ്യുന്നു എന്നത് തന്നെയാണ് വലിയ കാര്യം. ഇപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെയാണ് ഇപ്പോൾ ഔട്ട്സൈഡ് ഓഫിലേക്ക് വരുന്ന പന്തുകളെ വ്യക്തമായി ലീവ് ചെയ്യുകയും കൃത്യമായിട്ട് നല്ല വിഡ്ത്തിൽ കിട്ടുന്ന പന്തുകളെ കളിക്കുകയൊക്കെ ചെയ്തിട്ട് വളരെ വ്യക്തമായിട്ടാണ് ദക്ഷിണാഫ്രിക്ക കളിച്ചത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറുവശത്ത് ഇന്ത്യയുടെ ബാറ്റിങ്ങിലേക്ക് വന്നപ്പോൾ ഇന്ത്യ എങ്ങനെ, അതായത് എന്താണോ പിച്ചിലേക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. ഇപ്പൊ ഇന്ത്യയുടെ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ടോപ്പ് ഓർഡറിന്റെ ഒരു ബാറ്റിംഗ് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് മാർക്കോ യാൻസനെ പോലുള്ള ഒരാൾ വരുന്നത്. അദ്ദേഹം വരുന്ന വിക്കറ്റുകൾ തുടരെ വീഴ്ത്തുന്ന പലതരത്തിൽ ഇന്ത്യൻ താരങ്ങളെ സംബന്ധിച്ച് ഒരു ചെറുത്ത് നിൽപ്പ് പോസിബിൾ ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കുൽദീപ് യാദവ് പന്തുകൾ കളിച്ചിട്ടാണ് 134 പന്തുകൾ കളിച്ചിട്ടാണ് 19 റണ്ണ് എടുത്തത്. അപ്പൊ ഇത് ഇങ്ങനെ വരുമ്പോഴും ഈ വിമർശനം എന്ന് പറയുന്നത് ഒരു വലിയ രീതിയിലുള്ള വിമർശനം ഇന്ത്യൻ ടീമിന് എതിരെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ. അപ്പൊ നമുക്ക് ഓരോ ഇന്ത്യ പ്രധാനപ്പെട്ട മുൻ താരങ്ങളുടെയും വിദഗ്ധരുടെയും കൂടിയിട്ടുള്ള അവരുടെ ഒരു വിമർശനം കൂടി നമുക്ക് പറഞ്ഞു പോകേണ്ടതായി വരും. പ്രത്യേകിച്ച്
ഇപ്പോ രവിശാസ്ത്രി പറയുന്നത് ഒരു സാധാരണ ബാറ്റിംഗ് എന്നുള്ളതാണ്. അതായത് ഒരു ഇത്രയും നല്ലൊരു സർഫേസിനകത്ത്, ഇത്രയും നല്ലൊരു ഇതിനകത്ത്, അതായത് ഈ ഒരു പിച്ച് ഈ രീതിയിൽ 142-7 എന്ന രീതിയിൽ പോകേണ്ട പിച്ചല്ല എന്നാണ് രവിശാസ്ത്രി പറയുന്നത്. അതിനർത്ഥം ഇന്ത്യ കറക്റ്റ് ആയിട്ടല്ല ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഇന്ത്യൻ ടീം നമുക്ക് ശാസ്ത്രിയുടെ ഒരു ഇന്ത്യൻ ടീമും ഇപ്പോഴത്തെ ഇന്ത്യൻ ടീമും വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാൻ വേണ്ടി പറ്റും. നമ്മൾ പിന്നെ ഇന്ത്യ ലോക ക്രിക്കറ്റിൽ നമുക്ക് ഇന്ത്യക്കുള്ള സ്ഥാനം നമുക്ക് ഒരു എലൈറ്റ് സ്ഥാനം നമുക്ക് കരുതുന്നുണ്ട്. ഓസ്ട്രേലിയ, ഈ പറഞ്ഞ പോലെ ഇംഗ്ലണ്ട്, ദക്ഷിണാഫ്രിക്ക, ന്യൂസിലാൻഡ് ഈ ഒരു ശ്രേണിയിലേക്കാണ് വരുന്നത്. പക്ഷെ നിലവിൽ ഈ ടീമിനെ നമ്മൾ നോക്കിയ ഗംഭീറിന്റെ കീഴിൽ ഇപ്പോൾ ഈ ടീമിനെ കൊണ്ടുവച്ചിരിക്കുന്നത്. ഇപ്പം നമുക്ക് ആകെ കൂടി ജയിക്കുന്ന ഉറപ്പുണ്ടായിരുന്നത് വിൻഡീസിനോടും പിന്നെ ബംഗ്ലാദേശിനോടും മാത്രമാണ്. അത് മാത്രമേ ജയിക്കാൻ പറ്റിയിട്ടുള്ളൂ. ഈ ഒരു ടീമിലേക്ക് വരുമ്പോഴേക്ക് നമുക്ക് പറയാൻ വേണ്ടി വരുന്ന, എടുത്തു പറയാൻ വേണ്ടി വരുന്ന ഒരു താരത്തിന്റെ ഒരു പ്രകടനം നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ 100-ലധികം പന്ത് ഫേസ് ചെയ്ത ഏക താരം കുൽദീപാണ്. പിന്നെ ഒരു ഭേദപ്പെട്ട ബാറ്റിംഗ് പ്രകടനം പുറത്തെടുത്ത ജയ്സ്വാളാണ്. ഈ പറയുമ്പോൾ 1-2 താരങ്ങളുടെ പേരിലേക്ക് മാത്രം പോവാണ്. അപ്പം നല്ലൊരു ബോളിംഗ് നിര അല്ലെങ്കിൽ നല്ലൊരു ടീം വരുമ്പോഴേക്ക് മുട്ടിടിക്കുന്ന അവസ്ഥയിലേക്ക് പോവാണ്. ഇത്രയും നല്ലൊരു പിച്ചിൽ പിന്നെ സന്ദർശകർ 450 മുകളിൽ സ്കോർ ചെയ്യുന്ന പിച്ചിൽ ആതിഥേയർ ഇങ്ങനെ കിടന്ന് വെള്ളം കുടിക്കുന്നു പറയുമ്പോൾ തന്നെ ടീമിൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമ്മൾ കണ്ടിരുന്ന അല്ലെങ്കിൽ കരുതിയിരുന്ന ആ ടീമേ അല്ല ഇപ്പോഴത്തെ ഇന്ത്യ. ഇത് ഒരു പരാജയപ്പെട്ട ടീമായിട്ട് പെട്ടെന്നങ്ങ് മാറുവാണ്. അതിന്റെ മുഖം വല്ലാത്തൊരു തകർച്ചയിലേക്കാണ് പോകുന്നത്. അത് തന്നെയാണ് ശാസ്ത്രി പറയുന്നത്. തീർച്ചയായിട്ടും ഈ വാഷിംഗ്ടൺ സുന്ദറിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ശാസ്ത്രി ഒരു കാര്യം പറയുന്നുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ 3ാമത് ബാറ്റ് ചെയ്ത് 1 ഡൗൺ ആയിട്ട് ഇറങ്ങിയ ഒരു താരത്തെ പിറ്റത്തെ മത്സരത്തിൽ 8ാമത്തെ പൊസിഷനിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഏറ്റവും ചുരുങ്ങിയത് ഒരു 4ാമത്തെ പൊസിഷനിലോ അല്ലെങ്കിൽ അങ്ങനെ കളിപ്പിക്കാമായിരുന്നില്ലേ എന്നാണ്. ഈ ആദ്യ മത്സരത്തിൽ ഗംഭീര ഈ 3ാം നമ്പറിൽ ഇറക്കിയത് കൊണ്ട് എന്താ ഉദ്ദേശം എന്ന് മനസ്സിലാവുന്നില്ലേ? എന്തിനാണ് ഇങ്ങനെ വരുന്നതല്ല. ഇപ്പൊ സുദർശനുണ്ട് 3ാം നമ്പറിൽ കളിക്കണം, ഓക്കെയാണ്, ശരിയാണ്. പക്ഷെ ഇത് വരുമ്പോൾ ഇത് ഇന്ന് നീ ഇവിടെ കളിച്ചു, നാളെ നീ അപ്പുറം കളിച്ചു, നമ്മൾ കണ്ടം ക്രിക്കറ്റിലൊക്കെ കളിക്കുന്ന പറയുന്ന അവസ്ഥയിലേക്കാണ് ഗംഭീർ ഈ ടീമിനെയും കൊണ്ട് പോകുന്നത്. അതിന്റെ പ്രശ്നം തന്നെയാണ് ഈ കാണുന്നത്. തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു എക്സ്പേർട്ടിന്റെ ഒപ്പീനിയനിലേക്ക് കൂടി പോവുകയാണെങ്കിൽ കുംബ്ലെ പറയുന്നത്, അതായത് ഒരു ടെസ്റ്റ് ക്രിക്കറ്റിനകത്ത് ബാറ്റിങ്ങിനെ അതെങ്ങനെ കൈകാര്യം ചെയ്യാനുള്ള ഒരു രീതിയുണ്ട്, ബാറ്റിങ്ങിനെ അതിനെ അപ്ലൈ ചെയ്യുന്ന ഒരു രീതി. അതുപോലെ തന്നെയാണ് ക്ഷമ എന്ന് പറയുന്നത്. ഇത് രണ്ടും ഇന്ത്യൻ താരങ്ങൾക്ക് ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. പെട്ടെന്ന് ചേസ് ചെയ്യാൻ പറ്റില്ല, ഗ്രാജുവലി ഉണ്ടാക്കണം. കുംബ്ലെ ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് ചേസ് ചെയ്യാൻ പറ്റുന്ന റൺസ് അല്ല ഇത്. അതൊരു ടെസ്റ്റ് മത്സരത്തിൽ അത് മനസ്സിലാക്കി കളിക്കേണ്ടതുണ്ടെന്ന്. കാരണം ഗെയിം പ്ലാൻ ഇല്ല. ഒന്ന് കോച്ചിനോ അല്ലെങ്കിൽ പിന്നെ നായകനോ താരങ്ങൾക്കോ ഒന്നും ഒരു ഗെയിമിനെ കുറിച്ച് പ്ലാൻ ഇല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. എന്ത് റണ്ണാണ് പിന്നെ മറികടക്കേണ്ടത് അല്ലെങ്കിൽ ചേസ് ചെയ്യുന്ന റണ്ണിന്റെ വലിപ്പം ഒന്നും നോക്കാതെ വരുന്നു, കളിക്കുന്നു, പോകുന്നു എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ പ്രശ്നം തന്നെയാണ് കാണുന്നത്. അത് കുംബ്ലെ ക്ലിയർ ആയിട്ട് തന്നെയാണ് അത് പറയുന്നത്. ഇവരൊക്കെ മുൻ പരിശീലകർ കൂടിയാണെന്നുള്ളതാണ്, മുൻ നായകന്മാർ പരിശീലകർ കൂടിയാണെന്നുള്ള ഏറ്റവും വലിയ കാര്യം. തീർച്ചയായിട്ടും ക്രിസ് ശ്രീകാന്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ബോളുകളിൽ ഇത്രയും അപകടകാരി അല്ലാത്ത, അതായത് ഇത്രയും അപകടം സൃഷ്ടിക്കുന്ന ഒരു പിച്ചല്ല, ആ രീതിയിൽ ഒരു അപകടം ഉണ്ടാക്കുന്ന ഒരു പിച്ചല്ല. എന്നിട്ട് പോലും ഷോർട്ട് ബോളുകൾക്കെതിരെ ഇന്ത്യൻ താരങ്ങളുടെ വിക്കറ്റ് നഷ്ടമാവുന്നത് കാണുന്ന സമയത്ത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നാണ് ശ്രീകാന്ത് പറയുന്നത്. ഷോൺ പോളൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ. പിന്നെ 6 വിക്കറ്റ് 27 റൺസിന് വീഴുന്നു, പ്രതീക്ഷിക്കാൻ പറ്റാത്ത, നമ്മൾ ഒരിക്കലും പിന്നെ കരുതുന്നില്ല, സ്വപ്നം പോലും കാണാത്ത രീതിയിലേക്കാണ് തരുന്നത്. അതുപോലെ തന്നെ ജയ്സ്വാളിന്റെയും സുന്ദറിന്റെയും കുൽദീപിന്റെ ഒരു ചെറുത്ത് നിൽപ്പ് ഉണ്ടായിരുന്നെങ്കിൽ കൂടി ദക്ഷിണാഫ്രിക്കക്ക് വളരെ ഈസി ആയിരുന്നു എന്ന് പറയുന്നത് പിന്നെ ഇന്ത്യയുടെ ബാറ്റ്സ്മാനെ നേരിടുന്നത്. അല്ല, ഈ അവരുടെ ചെറുത്തുനിൽപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പൊ വാലറ്റത്തിന്റെ അല്ലെങ്കിൽ ലോവർ മിഡിൽ ഓർഡറിന്റെ ഇന്ത്യൻ താരങ്ങളുടെ ചെറുത്തുനിൽപ്പ് എന്ന് പറയുമ്പോൾ മറുവശത്ത് ദക്ഷിണാഫ്രിക്കയുടെ വാലറ്റം 243 റണ്ണ് സ്കോർ ചെയ്തിട്ടുണ്ടെന്ന്. അതെ അതെ, അങ്ങനെ ആ രീതിയിലേക്ക് നല്ല കൂട്ടുകെട്ട് സൃഷ്ടിക്കാൻ അവർക്ക് കഴിഞ്ഞെന്നുള്ളത്. തുടക്കത്തിൽ ഒരു പതറുന്നുണ്ടായിരുന്നു. തുടക്കത്തിൽ പതറുന്ന മീൻസ് ഒരു അത്ര എളുപ്പമായിരുന്നില്ല ബാറ്റ് ചെയ്യാൻ. പക്ഷെ പിന്നീട് പിച്ച് ഇതാകും തോറും ബാറ്റിങ്ങിന് അനുകൂലമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തും. നമുക്ക് ചിലപ്പോൾ ചില സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു അനുകൂലമാകുന്ന സാഹചര്യം ആവുന്ന സമയത്തേക്ക് മിഡിൽ ഓർഡറിന് അത്, അല്ലെങ്കിൽ ലോവർ മിഡിൽ ഓർഡറിന് വാലറ്റത്തിനൊക്കെ അത് വലിയ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ അതല്ല സംഭവിച്ചത്. സെറീന മുത്തുസ്വാമി സെഞ്ചുറി അടിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കൃത്യമായിട്ട് ആ വാലറ്റം അവിടെ അത് ഇത് ചെയ്തെങ്കിൽ ഇന്ത്യൻ ടീമിൽ നേരെ ശരിയാണ്. ഇപ്പോ നമ്മളെ കുൽദീപിനെയും സുന്ദറിനെയും പറയുമ്പോൾ ഭേദപ്പെട്ടെന്ന് പറഞ്ഞാൽ മികച്ച പ്രകടനമല്ല. നമ്മളെ ബാറ്റ്സ്മാനെ വെച്ച് നോക്കുമ്പോൾ കുൽദീപ് യാദവ് ചെറുത്തിൽ കുൽദീപിന്റെ ബാറ്റിംഗ് നമുക്ക് അറിയുന്നതാണ്, റെക്കോർഡ് നമുക്ക് അറിയുന്നതാണ്. ആ കുൽദീപിന് 100-ലധികം പന്ത് ഫേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് ശ്രമിക്കുന്നുണ്ട്, പുറത്താകത്ത് ഒന്ന് ചെറുത്ത് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിലാണ്. പക്ഷേ മറ്റു ഈ ഋഷഭ് പന്തൊക്കെ 8 പന്ത് നേരിട്ട് എത്ര താരങ്ങൾ പുറത്തായി, 10-20-ലധികം താഴെ പന്ത് നേരിട്ടാണ് കൂടുതൽ താരങ്ങൾ പിന്നെ പുറത്താവുന്നത്. അതിൽ വലിയൊരു മാറ്റമുണ്ട്. ആ ഒരു ചെറുത്ത് അത് തന്നെയാണ് ഇപ്പോഴൊക്കെ പറഞ്ഞത്. ഇവര് ചെറുത്ത് നിൽക്കാൻ ശ്രമിച്ചെങ്കിലും ദക്ഷിണാഫ്രിക്കക്ക് ഈസി ആയിരുന്നു കാര്യങ്ങൾ. അതെ അതെ, എന്തായാലും ഇപ്പോ ഒരു വലിയ വിമർശനം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് കൃത്യമായിട്ട് ഒരു ശക്തരായ ക്വാളിറ്റിയുള്ള എതിരാളികൾക്കെതിരെ ഇന്ത്യൻ ടീമിന് സ്വന്തം മൈതാനത്ത് അല്ലെങ്കിൽ ഹോം ഗ്രൗണ്ടുകളിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്നില്ല എന്ന ഒരു ഇത് പറയുന്നത്. നമ്മൾ സെക്കൻഡ് ഇന്നിംഗ്സിൽ തിരിച്ചു വരുന്ന, ആദ്യത്തെ ഇന്നിംഗ്സിൽ വളരെ മോശം പ്രകടനം ദയനീയമാണെങ്കിലും സെക്കൻഡ് ഇന്നിംഗ്സിൽ ഇന്ത്യ തിരിച്ചു വരുമായിരിക്കുന്നത് ആത്മവിശ്വാസം പിന്നെ അശ്വിൻ പ്രകടിപ്പിക്കുന്നുണ്ട്. നമുക്ക് നിലവിലെ ടീമിന് നമ്മൾ പറയുമ്പോൾ നമുക്ക് ഒരു 50% കൂടെ കൊടുക്കാൻ വേണ്ടി
തോന്നില്ല, നമുക്ക് തന്നെ ഒരു ഇന്ത്യൻ ആളാക്കാൻ പറ്റുന്നില്ല. നിലവിലെ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ടെസ്റ്റിന്റെ 4ാമത്തെ ദിവസമാണ്. ദക്ഷിണാഫ്രിക്കയെ സംബന്ധിച്ച് 400-ലധികം റണ്ണിന്റെ ലീഡ്, അല്ലെങ്കിൽ നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത്രയും ലീഡ് അവരെ സംബന്ധിച്ചിട്ടുണ്ട്. ആ ഒരു ലീഡ് വെച്ചിട്ട് ഇന്ത്യനെ 2 കാര്യം ദക്ഷിണാഫ്രിക്കക്ക് ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ സ്വന്തം ബോളിംഗ് നിരയെ വിശ്വസിച്ചിട്ട് ഇന്ത്യക്ക് പെട്ടെന്ന് ഇന്ത്യനെ ബാറ്റിങ്ങിനെ കൊണ്ടുവരികയും വിക്കറ്റുകൾ വീഴ്ത്താൻ ശ്രമിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു സമനിലയ്ക്ക് വേണ്ടിയിട്ട് കളിക്കാം. പക്ഷെ ഒരിക്കലും ദക്ഷിണാഫ്രിക്കക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ സമനിലയ്ക്ക് വേണ്ടി കളിക്കേണ്ട കാര്യമില്ല. കാരണം സമനിലയ്ക്ക് വേണ്ടിയിട്ട് കളിക്കേണ്ടത് ഇന്ത്യയുടെ ആവശ്യമായിട്ട് മാറുന്നുണ്ട് ഈ സാഹചര്യത്തിൽ. പ്രത്യേകിച്ച് ആദ്യ മത്സരം പരാജയപ്പെട്ടതും, ഇപ്പൊ ഞാനൊരു കാര്യം പറയാം, ഹോം മൈതാനങ്ങളിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ഈ ഗംഭീറിന്റെ കീഴിലുള്ള പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ബംഗ്ലാദേശിനെതിരെയും വെസ്റ്റ് ഇൻഡീസിനെതിരെയും മാത്രമാണ് ഇന്ത്യ ടെസ്റ്റ് മത്സരം വിജയിച്ചത്. ന്യൂസിലാൻഡിനെതിരെ കളിച്ച എല്ലാ മത്സരവും പരാജയപ്പെട്ട്, സൗത്ത് ആഫ്രിക്കക്കെതിരെ ഫസ്റ്റ് മത്സരം പരാജയപ്പെട്ട്, ഇപ്പൊ 2ാമത്തെ മത്സരത്തിൽ പരാജയപ്പെട്ടിട്ടില്ല, പക്ഷെ ഒരു വലിയ രീതിയിലേക്ക്, അതെ, ആ ഒരു രീതിയിലേക്ക് നിൽക്കുന്ന, ഒരു പരാജയം മുന്നിൽ കാണുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പൊ നമ്മള് ഇത് വീഡിയോ സംസാരിച്ചത് കാണുമ്പോൾ മാറി മറിയുമോ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാ പോലെ ഈ ഒരു സാഹചര്യത്തിൽ ഈ ടെസ്റ്റും കൂടി കൈവിട്ട് കഴിഞ്ഞാൽ, ഈ പരമ്പരയും കൂടി കൈവിട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള വിമർശനം ഗംഭീറിനെതിരെ ഉണ്ടാവുന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ IPL നോക്കിയിട്ട് ഇപ്പൊ അഭിമന്യു ഈശ്വരനെ പോലുള്ള താരങ്ങളൊക്കെ പുറത്തിരിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു വിമർശനം വരുന്നതാണ്, ഇത് കണ്ട ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു വിമർശനം കണ്ട, അഭിമന്യു ഈശ്വരനെ പോലുള്ള താരങ്ങളുള്ള സമയത്ത് ചില IPL മാത്രം നോക്കിയിട്ട് ചില താരങ്ങളെ കൊണ്ടുവരുന്നു ഉള്ള രീതിയിലുള്ള വിമർശനം. എന്തായാലും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്റിംഗ് പിന്നെ കരുൺ നായരും ഇപ്പൊ സർവസ് ഖാൻ പോലുള്ള താരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുൻ താരങ്ങളൊക്കെ പറഞ്ഞു, ഇവരൊക്കെ പുറത്തിരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ പിന്നെ ഓൾറൗണ്ടർമാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബോളർമാർക്ക് വേണ്ടിയിട്ട് കൂടുതൽ ഇത് ബാറ്റ്സ്മാർ കളിക്കേണ്ടതൊക്കെ അവർ തന്നെ കളിക്കേണ്ടതുണ്ട്. ഇപ്പം ഈ പറഞ്ഞ ശാസ്ത്രിയായാലും കുംബ്ലയായാലും ദ്രാവിഡായാലും നമ്മുടെ കോച്ചുമാരൊക്കെ ഉണ്ടായ സമയത്തൊന്നും ഈ നിലയിലേക്ക് വരുമ്പോഴേക്ക് വലിയൊരു മാറ്റം തന്നെ വരുന്നുണ്ട്. ഗംഭീർ ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് ഇന്ത്യയുടെ വലിയൊരു തകർച്ച തന്നെയാണ് നമ്മൾ കാണുന്നത്. കാണാതിരിക്കാൻ വേണ്ടി പറ്റൂല. തീർച്ചയായിട്ടും. ഇപ്പൊ ഇത് പറയുമ്പോൾ തന്നെ ഈ നമുക്ക് ടെസ്റ്റ് ക്രിക്കറ്റിനെ സംബന്ധിച്ച് സ്പെഷ്യലിസ്റ്റ് ബാറ്റർമാർ വേണം എന്നുള്ളത് തന്നെയാണ്. ഓൾറൗണ്ടർമാര് തീർച്ചയായിട്ടും ഓൾറൗണ്ടർമാരൊരു ടീമിനകത്ത് വളരെ പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നുണ്ടെങ്കിൽ പോലും T20 പോലുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ക്രിക്കറ്റ്, അതായത് വൈറ്റ് ബോൾ ക്രിക്കറ്റിനകത്തുള്ളതിനേക്കാളും കൂടുതൽ ആ ഒരു രീതിയിലല്ല ടെസ്റ്റ് ക്രിക്കറ്റിനെ സമീപിക്കേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഗംഭീറിന് അത് എന്തുകൊണ്ടോ കഴിയുന്നില്ല. പിന്നെ ഹോം മൈതാനങ്ങളിൽ ഈ രീതിയിൽ മോശം പെർഫോമൻസ് തുടരുകയാണെങ്കിൽ അത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായി മാറും എന്ന് തന്നെയാണ് നമുക്ക് എടുത്ത് പറയേണ്ടത്. അത് ഈ മാത്രമല്ല, ഇതിപ്പോഴത്തെ ഓരോ ടെസ്റ്റ് മത്സരം വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഇതിന്റെ ഇതായിട്ട് പോയിന്റ് ഒക്കെ ആയിട്ട് പരിഗണിക്കുക കൂടി ചെയ്യുന്നതുകൊണ്ട് ഹോം മൈതാനത്ത് ഈ രീതിയിലേക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് തിരിച്ചടിയാകും. പക്ഷെ എന്ത് തന്നെ പറഞ്ഞാലും ഈ ഒരു ഇന്ത്യൻ ടീം ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.